മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ഹിറ്റ് സിനിമ നിങ്ങൾക്കറിയാലോ, തുടരും. ഇത് ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചതായി പരാതി. വാഗമണിലേക്ക് പോയ ബസ്സിൽ സിനിമ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിയമ നടപടി എടുക്കുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് അറിയിച്ചു. രാവിലെ നടത്തിയ അന്വേഷണത്തിൽ ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ബസ്സാണിത്. അപ്പോൾ ഞാൻ അതിന്റെ ആളുകളുടെ നമ്പറൊക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇത് നമ്മൾ നിയമപരമായി അതിനകത്ത് എന്തായാലും, കാരണം ഇതൊരു തെറ്റായ കാര്യമാണ്. നമ്മളെ മാത്രമല്ല, ഇത് ശരിക്കും തിയേറ്ററുകളിലെല്ലാം എത്രയോ പേരുടെ ഒരു പ്രയത്നത്തിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ എത്രയോ ഗവൺമെന്റിന് നിന്ന് കിട്ടുന്ന വരുമാനമായാലും തിയേറ്ററിന് കിട്ടുന്ന വരുമാനമായാലും ഒരുപാട് പേരുടെ ഒരു ജീവിത പ്രശ്നം കൂടെ അല്ലേ. മറ്റുള്ളവരും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് തീർച്ചയായും അതിന് ഒരു പരാതി എന്തായാലും കൊടുക്കുന്നതായിരിക്കും. മായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഈ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിട്ട്. വളരെ വിജയകരമായി ഈ പ്രദർശനം തുടരുന്ന ആ സിനിമ അതിനു മുൻപ് എങ്ങനെയായിരിക്കും ഇവരുടെ കയ്യിലേക്ക് എത്തി? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടോ പരാതിയെ തുടർന്ന്? മോത്തി, ഇപ്പോൾ ഏതൊരു സിനിമ റിലീസ് ചെയ്താലും മണിക്കൂറുകൾക്കകം അതിൻ്റെ വ്യാജ പതിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പല സൈറ്റുകളിലൂടെയും ഇത് പുറത്തേക്ക് വരുന്നു. ഇത് മണിക്കൂറുകൾക്കകം തന്നെ ലക്ഷക്കണക്കിന് പേരുടെ കൈകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ അതെല്ലാം കടന്ന് ഇതൊരു പരസ്യമായ ഒരു പ്രദർശനത്തിലേക്ക് തന്നെ പോകുന്നു എന്നതാണ് ഈ ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഈ സമീപ ദിവസത്ത് റിലീസ് ചെയ്ത, അതും വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പ്രദർശിപ്പിക്കുന്നത്. ഈ പുറത്തു നിന്ന് ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ആ സിനിമ പ്രദർശിപ്പിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. എന്തായാലും കൊല്ലം രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനത്തിലാണ് ഇത് പ്രദർശിപ്പിച്ചത്. അത് മലപ്പുറത്ത് നിന്ന് വാഗമണിലേക്ക് ടൂർ വന്നതാണ് എന്നതാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. എന്തായാലും സിനിമാ നിർമ്മാതാവ് എം രഞ്ജിത്ത് ഇതിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരാതി കിട്ടിക്കഴിയുമ്പോഴായിരിക്കും സ്വാഭാവികമായും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകുക. എന്തായാലും ഈ ബസ് ഏതാണ് എന്നത് വ്യക്തമാണ്. അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ആ ദൃശ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ ബസ് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമായിട്ട് തന്നെ പോലീസിന് എളുപ്പത്തിൽ അത് കണ്ടെത്താനാവും. ആരാണ് ഇതിന് പിന്നിലെന്നത് കൃത്യമായും കണ്ടെത്തുക തന്നെ വേണം.